ഹായ്. കുറേ ദിവസം കൊണ്ട് ആലോചിക്കുകയാണ് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വെച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്ന് കുറേ ദിവസം കൊണ്ട് ആലോചിക്കുകയാണ്. പക്ഷേ നിറയെ ട്രാവൽ ചെയ്തിട്ടും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്താലും അത് എഡിറ്റ് ചെയ്തിടാനും പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ ഒരു ഫ്രണ്ട് ഹൈദരാബാദിൽ നിന്ന് വന്നത്. അവനാണെങ്കിൽ നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് ഒരാഗ്രഹം. അവൻ വന്നപ്പോൾ ഗോപ്രോ ക്യാമറ കൊണ്ടുവന്നു. എന്നാൽ പിന്നെ അതിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ അതിലാണ് എടുക്കുന്നത്. നമ്മളിപ്പം പോയിക്കൊണ്ടിരുന്ന സ്ഥലം വന്നിട്ട് അടിമലത്തുറ, പിന്നെ പൂവർ ബോട്ടിങ്. ഇതാണ് നമ്മളെ പ്ലാൻ ഇന്നത്തെ. അങ്ങനെ നമ്മൾ അടിമലത്തുറ വന്നെത്തി. പിന്നെ വണ്ടി അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല, ഗേറ്റ് ക്ലോസ് ആയിരുന്നു. സോ നമ്മൾ വണ്ടി വെളിയിൽ ഇട്ടിട്ട് അകത്ത് നമ്മൾ നടന്ന് പോവുകയാണ്. ഈ ഒരു സ്പോട്ടെ പറ്റി പറയണമെങ്കിൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതായത് നമ്മളെ ഇടത് സൈഡ് നോക്കിയാൽ നമ്മളെ സോമതീരം ബീച്ച്, സോമതീരം ഗ്രൗണ്ട് അത് കാണാൻ പറ്റും. വലയ സൈഡിൽ നോക്കിയാൽ നമ്മളെ ശിവ ടെമ്പിൾ കാണാൻ പറ്റും. വിഴിഞ്ഞം പോർട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു നല്ലൊരു ബീച്ച് വ്യൂ നല്ല കാണാൻ പറ്റും. പിന്നെ നമ്മളെ ഹൈദരാബാദ് ഫ്രണ്ടിൽ നമ്മളെ സ്ഥലങ്ങളൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ നേരെ പോയത് ആഴിമല ശിവ ടെമ്പിളിലാണ്. പിന്നെ ആഴിമല ശിവ ടെമ്പിളിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ആഴിമല ശിവ ടെമ്പിളെ പറ്റി കുറച്ച് 2 വാക്ക് പറയാൻ വേണ്ടി പറഞ്ഞ് ഞാൻ പിന്നെ ആഴിമല ശിവ ടെമ്പിളെ പറ്റി 2-3 വാക്ക് ഞാൻ പറഞ്ഞ്. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ആൻസ്, നമ്മളെ ഫ്രണ്ടാണ്, നമ്മളെ ബഡ്ഡിയാണ്. ഇതാണ് നമ്മളെ നാട് കാണാൻ വന്ന കീർത്തൻ ബ്രോ. പിന്നെ വീഡിയോ എടുക്കുന്നത് നമ്മളെ നൻപൻ ദീപനാണ്. What the hell is this? This is better than Goa, Gokarna, Pondicherry, everything. Once show the view, bro. Here. This is our Adimala. നമ്മൾ ഹൈദരാബാദിൽ നിന്ന് വന്ന ആൾക്കാണ്. നമ്മുടെ സ്ഥലങ്ങളൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. Awesome, it is awesome. సో మీలో చాలా మంది ఏంటి మురుదేశ్వర్ చూసే ఉంటారు. మురుదేశ్వర్లో మనకి ఏముంటుంది, శివ స్టాచ్యూ, బిసైడ్ విచ్ దెర్ ఈస్ అ సీ. సో అట్లాంటి ప్లేస్కే వచ్చినాము. సో ఐ విల్ జస్ట్ షో యూ, హూఎవర్ వాంట్స్, యూ జస్ట్ come as soon as possible before it gets too crowded. Even now it is very crowded, kani it's still fine. ఒకసారి చూపిస్తున్నా చూడండి. പിന്നെ നമ്മൾ ആഴിമല ബീച്ചാണെങ്കിൽ മാലി ബീച്ചിൻ്റെ ഒരു കളറും വ്യൂ ആണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. അത്രയ്ക്ക് നല്ല ക്ലിയർ വാട്ടറാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോയിലായതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. അത്ര ക്രൗഡില്ലെന്ന് പറയാം, എന്നാലും കുറച്ച് ക്രൗഡ് ഉണ്ടായിരുന്നു. എന്തിനു പറയണം, എതുക്ക് சொல்லണോ, சொல்ல மாட்டேன்னு என்ன பண்ணுவ நீ, என்ன பண்ணுவ யோகி பாலக்குடி குடிக்க மாட்டேன்னு நீ என்ன பண்ணுவ? இப்ப நான் குடிக்கிறேன், ஆனா ஸ்கூல்ல என்ன பண்ணுவ? അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശിവ ടെമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സ്പോട്ടിലാണ്. ഇവിടെ നോക്കിയാൽ നല്ല നല്ല അടിപൊളി നല്ല സ്പോട്ടുണ്ട്. നമ്മളിവിടെ നേരത്തെ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന പ്ലേസാണ് ഇതൊക്കെ. പിന്നെ ഞാൻ നിൽക്കുന്ന ഈ പ്ലേസിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ചെറിയൊരു പാറയിലിടിക്കെന്ന് പറഞ്ഞ വെള്ളത്തിൻ്റെ ഒരു സ്പോട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ലതായിരിക്കും. ജനറലായി നമ്മൾ ബോയ്സ് എവിടെ പോയാലും പാറയിൽ നിന്ന് പറഞ്ഞ വെള്ളം കാണുമ്പോൾ നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്ത് ഫ്രഷപ്പ് ആവണമെന്ന് തോന്നും. പിന്നെ നമ്മൾ ആൻസും വന്ന് ഫേസ് വാഷ് ചെയ്ത് ഫ്രഷപ്പായി. സുഭാഷേ എടാ ലൂസ് അടിക്കടാ. ഇതാണ് ദീപൻ. ഇവനാണ് മെയിൻ താരം എന്ന് പറയുന്നത് നമ്മളെ വീഡിയോയിൽ. ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇവനെ ഫോളോ ചെയ്തതിന് ശേഷം ഏത് ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഇവൻ വന്നിട്ട് മ്യൂച്വൽ ഫ്രണ്ടായിട്ടിരിക്കും. പക്ഷേ ആൾ വന്നിട്ട് പാവാണ്, ഡീസൻ്റാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവുന്നത്. അടുത്ത് നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കുകയാണ്. ഒരു 300 മീറ്റർ നടന്നാൽ നമുക്ക് ഇവിടെ നിന്ന് വിഴിഞ്ഞം പോർട്ട് വന്നിട്ട് നല്ല കാണാൻ പറ്റും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഷൂട്ടിന് പറഞ്ഞ ഒരു പ്ലേസാണ്, നല്ലൊരു പ്ലേസാണ്. മാക്സിമം ആൾക്കാർ വന്നിട്ട് നമ്മളെ ശിവൻ്റെ ടെമ്പിൾ വന്ന് കണ്ടിട്ട് ബീച്ചും വന്ന് കണ്ടിട്ട് പോകും. പക്ഷേ ഇതേപോലത്തെ സ്പോട്ടൊക്കെ ഉള്ള കാര്യം മാക്സിമം ആർക്കും അറിഞ്ഞൂടാത്തൊരു നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഈ പ്ലേസിലൊക്കെ പോവുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.
പിന്നെ നമ്മൾ ആഴിമല ചില സ്പോട്ട് വന്നിട്ട് നമ്മളെ മിനി വർക്കലെന്ന് പറയാം. വർക്കലയുടെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് വന്നിട്ട് നമ്മളെ വിഴിഞ്ഞം പോർട്ട്. പിന്നെ ഇവിടെ നല്ലൊരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നേരെ പോകുന്നത് പൂവാർ ബോട്ടിംഗ് ആണ്. ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് പോകുമ്പം നമ്മളെപ്പോഴും പോകുന്ന റിസോർട്ട് വന്നിട്ട് കാരക്കാട് റിസോർട്ടാണ്. അതായത് നമ്മളൊരു അണ്ണൻ്റെ ഒരു റിസോർട്ടാണ്. കാരക്കാട് റിസോർട്ടും ബോട്ടിംഗ് ആണ്. പക്ഷേ നമ്മളിപ്പം പോകുന്നത് നമ്മൾ ആൻസിൻ്റെ റിലേറ്റീവിലുള്ള ഒരാളെ ഏർപ്പാടിലാണ് നമ്മൾ ബോട്ടിംഗ് പോകുന്നത്. പിന്നെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അങ്ങനെ ബോട്ട് വന്ന് അങ്ങനെ നമ്മൾ 1.5 മണിക്കൂർ നല്ല എക്സ്പ്ലോർ ചെയ്ത് മാറി കളിയാക്കി മാറി അടി വെച്ച് ശരിക്കും പറഞ്ഞാൽ ഒരേ ഏജിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ വെളിയിൽ പോകുന്നത് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളവിടെ ഒരു വയസ്സ് മൂത്തവരെ നമ്മൾ ഫ്രണ്ട്സായിട്ട് കാണും, നമ്മളവിടെ ഒരു വയസ്സ് ഇളവരെ നമ്മൾ ഫ്രണ്ട്സായിട്ട് കാണും. പക്ഷേ ഒരേ ഏജിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ വെളിയിൽ പോകുന്നത് നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും, ഒരേ മൈൻഡായിരിക്കും, നല്ല ട്രാവൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പോയ ടൈമാണെങ്കിൽ പൂവാറിൽ വന്നിട്ട് ബീച്ച് വന്ന് കരയിൽ കയറി. സോ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ 1.5 മണിക്കൂർ ഫുള്ളും വന്നിട്ട് നമ്മൾ ബോട്ടിങ്ങിൽ തന്നെ എക്സ്പ്ലോർ ചെയ്ത് ബോട്ട് സൈഡിൽ നിർത്തിയിട്ട് മാങ്ങ, കുക്കുംബർ, പൈനാപ്പിൾ അതെല്ലാം വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. നമ്മളെ കീർത്തനപുരയ്ക്ക് വന്നിട്ട് നാഗർകോവിലിൽ നിന്ന് 7 മണിക്ക് ട്രെയിന്. സോ ആൾ തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. സോ കുറച്ച് തെറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കും. അടുത്ത വീഡിയോയിലൊക്കെ ശരിയാക്കാം. ഓക്കെ, ബൈ.